ബഹുമാന്യായ ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച 2025-26 വർഷത്തെ ബഡ്ജറ്റിനെ ഞാൻ പൂർണ്ണമായി പിന്താങ്ങുന്നു സാർ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉപരോധ സമാനമായിട്ടുള്ള സാമ്പത്തിക അവഗണനയിലും കേരളത്തിനുണ്ടായ സാമ്പത്തിക ഞെരുക്കത്തെ അത് മികച്ച ധനകാര്യ മാനേജ്മെൻറ്റ് കൊണ്ട് മറികടക്കുന്നതാണ് നാം ഈ ഘട്ടത്തിൽ കാണാൻ സാധിച്ചത്. ബഡ്ജറ്റ് അവതരിപ്പിച്ച വേളയിൽ അത് മിനിസ്റ്റർ വളരെ പോസിറ്റീവായിട്ട് സംസ്ഥാനം ഒരു പുതിയ ടേക്ക് ഓഫിന് തയ്യാറായിരിക്കുന്നു, സാമ്പത്തിക ഞെരുക്കത്തെ മറികടത്തുകൊണ്ട് പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് വികസനത്തിൻ്റെ പുതിയ ധാരയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ശുഭസൂചകമായിട്ടുള്ള അവതരണത്തോടുകൂടിയാണ് ബഡ്ജറ്റ് തുടക്കം കുറിച്ചത്. എന്താണ് സാർ നമ്മുടെ സാഹചര്യം? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ കേരളത്തെ പാടെ അവഗണിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. കേരളം എന്ന വാക്ക് പോലും ഒരിടത്തും ഉച്ചരിക്കാത്ത രീതിയിലായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നമ്മൾ മാന്ദ്യവിരുദ്ധ പാക്കേജിനായിട്ട് 24,000 കോടി രൂപ ആവശ്യപ്പെട്ടു, അത് തന്നില്ല. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിലെ പുനരധിവാസ പാക്കേജിനായിട്ട് നമ്മൾ 2,000 കോടി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് അവിടെ സ്ഥലം സന്ദർശിച്ചാണ്. വളരെ പ്രതീക്ഷയായിരുന്നു, പക്ഷെ തന്നില്ല. NHAI വികസനത്തിനായിട്ട് കിഫ്ബിയിൽ നിന്നും എടുത്ത 6,500 കോടി രൂപയ്ക്ക് പകരമായി കടമെടുക്കുവാനുള്ള അവകാശം ആവശ്യപ്പെട്ടു, അത് തന്നില്ല. VGF ഉൾപ്പെടെയുള്ള വിഴിഞ്ഞം പാക്കേജിന് 5,000 കോടി രൂപ ചോദിച്ചു, തന്നില്ല. എയിംസ് തന്നില്ല. എയിംസ് എന്നുള്ള ആവശ്യം ഏതാണ്ട് 10 വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന ആവശ്യമാണ്, അതൊന്നും പരിഗണിച്ചില്ല. ഇങ്ങനെ ഒരു കേരള വിരുദ്ധ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഈ കേന്ദ്രത്തിലെ സാമ്പത്തിക അവഗണന നമ്മുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നതും അതുപോലെ നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ എതിരെ സാമ്പത്തിക ഉപരോധം തീർക്കുന്നതുമായിട്ടുള്ള നിലപാടിനെതിരെ ഗവൺമെൻറ്റിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്നത്. ഇത് നാം കാണേണ്ടത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്നിപ്പോൾ സുപ്രീം കോടതി അത് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ കക്ഷി ചേർത്തിരിക്കുകയാണ്. അത് വളരെ ശുഭസൂചകമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ നാടിൻ്റെ വികസനത്തിനെ പിന്നോട്ട് അടുപ്പിക്കുന്ന കേന്ദ്ര നയങ്ങൾക്ക് അതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പ്ലാൻ വിഭവങ്ങൾ മാത്രം പോരാതെ വരും. കേന്ദ്രവിഹിതം അർഹമായിട്ടുള്ളത് തരാതിരിക്കുകയും തരുന്നത് തന്നെ വൈകിപ്പിക്കുകയും ഗ്രാൻറ്റുകളെല്ലാം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നത് ഈ അവസരത്തിൽ നമുക്ക് ബദൽ മാർഗങ്ങൾ ആലോചിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ പരീക്ഷിച്ച കിഫ്ബി എന്ന പദ്ധതി തീർച്ചയായിട്ടും അത് ഏറ്റവും വിജയകരമായിരുന്നു. നമ്മുടെ ക്യാപിറ്റൽ ഔട്ട്ലേയിൽ കഴിഞ്ഞ 5-6 വർഷം കൊണ്ടുണ്ടായ പുരോഗതി അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു അവസരത്തിൽ ജനോപകാരപ്രദമായിട്ടുള്ള നമ്മുടെ സാമൂഹ്യ പെൻഷൻ അടക്കമുള്ള സാമൂഹ്യ നീതി അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വികസന കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും നമ്മൾ പിന്നോട്ടെടുക്കുവാൻ തയ്യാറായില്ല എന്നുള്ളത് എടുത്തു കാണണം. ഇന്നലെ ചർച്ചകളിൽ പലപ്പോഴും പ്രതിപക്ഷാംഗങ്ങൾ കിഫ്ബിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും കിഫ്ബി എന്നുള്ളത് തെറ്റായ തീരുമാനമായിരുന്നു എന്നുള്ളത് ആവർത്തിച്ച് സംസാരിക്കുകയും ചെയ്തു. സത്യത്തിൽ നമുക്കറിയാം ഇത് പ്ലാൻ ഫണ്ട് വഴി ബഡ്ജറ്റ് ഫണ്ട് വഴി പോവുകയായിരുന്നെങ്കിൽ ഇതൊന്നും അടുത്ത 10, 15, 20 വർഷം കൊണ്ട് നടപ്പാക്കേണ്ട പദ്ധതികളാണ്. നമുക്ക് ഈ കുറഞ്ഞ കാലയളവിൽ 15, 20 വർഷം കൊണ്ട് നടക്കേണ്ടത് 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഇവിടെ വിഷയം പലപ്പോഴും അത് താമസിച്ചു പോകുന്നു, പൂർത്തിയാകാൻ താമസിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള കാരണം കിഫ്ബിയുടെ നോംസ് അനുസരിച്ച് നമ്മുടെ SPVയോ അല്ലെങ്കിൽ കോൺട്രാക്ടർമാരോ ആ ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല. നമുക്കെല്ലാം അറിയാവുന്ന കാര്യം, നമ്മളെല്ലാം ഇടപെടുന്ന കാര്യം. അപ്പോൾ അതിനെല്ലാം പരിഹാരം കണ്ടെത്തി എത്രയും വേഗത്തിൽ പദ്ധതി തീർക്കാക്കുക എന്നുള്ളതാണ് നാം ഇതിനകത്ത്. കിഫ്ബി റവന്യൂ മോഡലിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതിനെയും തെറ്റായി ഇന്നിപ്പം ബഹുമാനപ്പെട്ട പിറവാംഗം റോഡിന് സെസ് അത് ടോൾ പിരിക്കുമോ, കിഫ്ബി റോഡ് ടോൾ പിരിക്കുമോ, അപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപന ബഡ്ജറ്റ് ഉണ്ടായില്ല. പിന്നെ അങ്ങനെ ഒരു ചർച്ചയുടെ കാര്യം എന്തായിരുന്നു? ഒരു ചർച്ച നടക്കുന്ന വേളയിലല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം ബദൽ മാർഗങ്ങൾ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. റവന്യൂ എങ്ങനെ ജനറേറ്റ് ചെയ്യാം? ഇപ്പോൾ കൊല്ലം കൊട്ടാരക്കര IT പാർക്കിനെ കുറിച്ച് സംസാരിച്ചു. അവിടെ വസ്തു ഏറ്റെടുക്കാതെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ കയ്യിലുള്ള മറ്റ് വകുപ്പുകളുടെ കയ്യിലുള്ള സ്ഥലങ്ങളിൽ നിന്നും അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ IT പാർക്കുകൾ മോളുകൾ കെട്ടി ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡലിനെ കുറിച്ച് അവതരിപ്പിക്കുകയുണ്ടായി.
അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ചർച്ചകളിലേക്ക് നമുക്ക് കിടക്കണം. അതുപോലെ നമുക്ക് ഹോസ്പിറ്റലുകളാണെങ്കിലും അതുപോലെ തന്നെ ടൂറിസം സെൻറ്റേഴ്സ് ആണെങ്കിലും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റൽസിൽ പേ വാർഡുകളൊക്കെ കിഫ്ബി വഴി ഡെവലപ്പ് ചെയ്തെടുത്താൽ HMCക്കും പോലും ഗുണകരമാകുന്ന രീതിയിലേക്ക് പദ്ധതിയെ മാറ്റാൻ സാധിക്കും. അതിനെയൊക്കെ നമ്മൾ എതിർക്കേണ്ട കാര്യം എന്താ? അപ്പോൾ ഈ രാജ്യം ഇന്നേ വരെ കാണാത്ത രീതിയിൽ ഈ BJP ഗവൺമെൻറ് സംസ്ഥാനത്തിന് നേരെ ഇങ്ങനെ വിവേചനപരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളോട് മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, മതേതര സമൂഹമായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷം കുറച്ചുകൂടി ക്രിയേറ്റീവ് ഒപ്പോസിഷനായി മാറണം എന്നുള്ളതാണ്. കിഫ്ബി പോലുള്ള പദ്ധതികളെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് ഒപ്പോസിഷനായി മാറരുത് എന്നുള്ളതാണ് ഇത്തരണത്തിൽ വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. നമ്മുടെ ഇക്കാലഘട്ടത്തിൽ നമ്മുടെ കഴിഞ്ഞ 10 വർഷം 2016 തൊട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ തനത് വരുമാനത്തിൽ ഏതാണ്ട് ഇരട്ടിയോളം വർധനമുണ്ടെന്നുള്ളത് കാണാതെ പോകരുത്. നികുതിയേതര വരുമാനത്തിലും ഇരട്ടിയോളം വർധനമാണ് ഉണ്ടായത്. അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയുന്നത് ഈ നികുതി പിരിവിനെ അദ്ദേഹം കൗടില്യൻ്റെ അർത്ഥശാസ്ത്രമായി അല്ല വാചകങ്ങളുമായിട്ടാണ് പറയുന്നത്. അത് ഒരു പൂവിൽ നിന്നും ഒരു വണ്ട് തേനെടുക്കുന്നത് പോലെ തന്നെ അത്രയും ലളിതമായിട്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുമായിരിക്കണമെന്ന് പറയുന്നു. അത് തന്നെയല്ലേ സംഭവിച്ചത് സാർ? നമ്മുടെ നികുതി വരുമാനങ്ങൾ ഇക്കാലയളവിൽ ഇരട്ടിയാക്കുവാൻ സാധിച്ചു. എന്നാൽ വലിയ ഭാരിച്ച ബുദ്ധിമുട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചില്ല എന്നുള്ളത് എടുത്തു പറയണം. അതുപോലെ തന്നെ നമ്മളെ ഇന്നലെ മൂവാറ്റുപുഴയകം ചർച്ച ചെയ്തപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമത് വന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ കമ്പയർ ചെയ്തത് പരീക്ഷയിൽ തോറ്റ കുട്ടികൾ സേ പരീക്ഷ എഴുതിയിട്ട് ആ സേ പരീക്ഷയിൽ ഒന്നാമത് വന്ന കുട്ടി 1ാം റാങ്കുകാരനാണെന്ന് പറയുന്നത് പോലെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെത്തിയത് എന്ന് അദ്ദേഹം പരിഹാസ രൂപേണ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻ്റർണൽ ട്രേഡ് ഇവർ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ അഥവാ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ഈ പദ്ധതിയിൽ ഓരോ സംസ്ഥാനങ്ങളും കേന്ദ്രപ്രദേശങ്ങളും എത്രത്തോളം പുരോഗതി വരുത്തി എന്നുള്ളതിന് ഒരു സർവേയിലൂടെ കണ്ടെത്തിയിട്ടാണ് ഈ മികച്ച സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തത്. ഇതിൽ 9 റിഫോംസ് വരുത്തിയ നമ്മുടെ വ്യവസായ വകുപ്പിനെയാണ് യഥാർത്ഥത്തിൽ ആരാണ് അനുമോദിച്ചത്? കേന്ദ്രമന്ത്രി. അത് അവരുടെ സബ്മിറ്റാണ്. സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ സബ്മിറ്റിൽ വെച്ചിട്ടാണ് ആദരവ് നൽകിയത്. ഇതിനെ നമ്മൾ അഭിമാനത്തോടുകൂടിയല്ലേ കാണേണ്ടത്? ഇത് നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റത്തെ സ്വീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്? അതിന് പകരം അതിനെ ആ ക്യാപ്സ്യൂളുകളാണെന്നും തെറ്റായ ക്യാപ്സ്യൂളുകളാണെന്നും ഞങ്ങളെ ചൂണ്ടിക്കാണിച്ച് നമ്മളത് വിഴുങ്ങി എന്നുള്ള രീതിയിലേക്കും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം അത് ഒന്നുകൂടെ പഠിച്ച് തിരുത്തണമെന്ന് ആവശ്യപ്പെടുക. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 2ാം സ്ഥാനം വന്നത് ആന്ധ്രാപ്രദേശാണ്, 3ാം സ്ഥാനം വന്നത് ഗുജറാത്ത് സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെല്ലാം അവർ റിഫോംസ് വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതുപോലെ മറ്റു ജേർണൽസിൻ്റെയും ബിസിനസ് ജേർണൽസിൻ്റെയും ഒക്കെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായത്. നമ്മുടെ കേന്ദ്രം ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ള ഒരു പ്രധാന കാരണം സെക്ടർ സ്പെസിഫിക് ലോൺ, പലിശരഹിതമായിട്ടുള്ള സ്പെഷ്യൽ അസിസ്റ്റൻസ് സ്കീം ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ് ഇതിൽ വകവരുത്തിയിട്ടുള്ളത്. നമ്മുടെ മികച്ച ഒരു പ്രവർത്തനത്തിലൂടെ ആ ഫണ്ട് പരമാവധി പലിശരഹിതമാണ്, 50 വർഷത്തേക്കാണ് ലോൺ. തീർച്ചയായിട്ടും അത് നേടിയെടുക്കുവാനുള്ള ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് സന്ദർഭവശാൽ സൂചിപ്പിക്കുകയാണ്. സാർ, ഞാൻ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ചവറയിലെ ജനങ്ങൾ ഒറ്റ കാര്യം കൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബഡ്ജറ്റിനെ നോക്കിക്കണ്ടത്. അത് KMMLൻ്റെ പരിസര പ്രദേശത്തായിട്ട് നമ്മുടെ ചിറ്റൂർ, അതുപോലെ പന്മന, അതുപോലെ കളരി വാർഡുകളിലായിട്ട് മലിനീകരിക്കപ്പെട്ട ഭൂമിയുണ്ട്. അറിയാം, അത് കഴിഞ്ഞ ഗവൺമെൻറ് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഘട്ടഘട്ടമായി എടുത്തുകൊണ്ട് തീരുമാനിക്കുകയും 76 ഏക്കർ 1ാം ഘട്ടമായി എടുക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ നമുക്ക് വിഴിഞ്ഞം പോർട്ട്, DP വേൾഡിൻ്റെ പോർട്ട് ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് അതൊരു ലോജിസ്റ്റിക് പാർക്കാക്കുവാൻ നല്ല സാഹചര്യമാണുള്ളത്. നാഷണൽ വാട്ടർവേയുടെ സാമീപ്യമുണ്ട്, അതുപോലെ നമ്മുടെ റെയിൽവേയുടെ സാമീപ്യമുണ്ട്, നാഷണൽ ഹൈവേയുടെ സാമീപ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ലാൻഡ് പൂളിലേക്ക് കിൻഫ്ര വഴി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു സാധ്യത പരീക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ IREയും KMMLും ചേർന്ന് സംയുക്ത പദ്ധതികൾ, പുതിയ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനായിട്ടോ അല്ലെങ്കിൽ DRDOയും ISROയും KMMLും ചേർന്നിട്ടുള്ള സ്പോഞ്ചിൻ്റെ
അനദർ യൂണിറ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയായാലും ഈ സ്ഥലം എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് വിനീതമായി തണ്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ നിർദ്ദേശം വന്നപ്പോൾ അത് ചവറ മണ്ഡലത്തിലെ നീണ്ടകര, ചവറ, പന്മനയുടെ പന്മന പഞ്ചായത്തിൻ്റെ ഭാഗികമായിട്ട് ഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് പോകുന്നത്. നമുക്കറിയാം തീരദേശ ഹൈവേ വരുമ്പോൾ ആ പ്രദേശത്തിനുണ്ടാകുന്ന വികസനം, പ്രത്യേകിച്ചും മത്സ്യബന്ധന മേഖലയാണ്. ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലുമായിട്ട് ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് ഭൂപടമാണ്. അതിൽ ജനങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾക്ക് ടൂറിസം മേഖലയിലേക്കൊക്കെ അവിടെ വ്യവസായം കൊണ്ടുവരാനും ഒക്കെ അനന്ത സാധ്യതയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്ലാനിൽ മാറ്റം വരുത്തുവാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ബഡ്ജറ്റിന് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.